മറ്റ് തീർത്ഥാടക കേന്ദ്രങ്ങൾ പോലെ അത്ര എളുപ്പത്തിൽ സന്ദർശിക്കാൻ കഴിയാത്തൊരു ക്ഷേത്രമാണ് ജമ്മു കാശ്മീരിലെ അമർനാഥ് ഗുഹാക്ഷേത്രം. ജൂലൈ മുതൽ ആഗസ്റ്റ് മാസങ്ങളിൽ മാത്രമേ ഇവിടേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനമുള്ളൂ എന്നതിൽ നിന്ന് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് അമർനാഥ് ഗുഹാക്ഷേത്രം. ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് അമർനാഥ് ഗുഹാക്ഷേത്രം. അമരത്വത്തെ സൂചിപ്പിക്കുന്ന അമർ എന്ന വാക്കും ഈശ്വരനെ സൂചിപ്പിക്കുന്ന നാഥ് എന്ന വാക്കും ചേർന്നാണ് അമർനാഥ് എന്ന പേര് രൂപം കൊണ്ടത്. ശ്രീനഗറിൽ നിന്നും 141 കിലോമീറ്റർ അകലെയായി സമുദ്രനിരപ്പിൽ നിന്നും 3888 മീറ്റർ ഉയരത്തിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ പാഹൽഗാം വഴിയാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനാകുക. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഈ ഗുഹാക്ഷേത്രം. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായാണ് ഈ ക്ഷേത്രത്തെ പരിഗണിക്കപ്പെടുന്നത്. ഹിമാലയത്തിലെ മഞ്ഞുമലകൾക്ക് നടുവിലായാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഭൂരിഭാഗം സമയങ്ങളിലും ഈ ഗുഹയും മഞ്ഞുമൂടിയ നിലയിൽ തന്നെ ആയിരിക്കുമെന്നതിനാൽ മഞ്ഞുരുകുന്ന വേനൽക്കാലത്ത് മാത്രമാണ് തീർത്ഥാടകർക്ക് ഇവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം നടത്തുക എന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ദുർഘടമായ പാതകളിലൂടെ കാൽനടയായി ഇവിടെ തീർത്ഥാടനത്തിന് എത്തിച്ചേരുന്നത്. 40 മീറ്റർ ഉയരമുള്ള ഈ ഗുഹയ്ക്കുള്ളിൽ മഞ്ഞിൽ രൂപപ്പെട്ടതാണ് ഇവിടുത്തെ ശിവലിംഗം എന്നതിനാൽ ഹിമലിംഗം എന്നും ഈ ശിവലിംഗത്തെ അറിയപ്പെടുന്നു. ചാന്ദ്രമാസത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ശിവലിംഗം തെളിയുകയും മങ്ങുകയും ചെയ്യുന്നു. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് ശിവലിംഗം ഏറ്റവും മികച്ച രീതിയിൽ തെളിഞ്ഞു കാണുന്ന സമയമെന്ന് പറയപ്പെടുന്നു. ഈ ഗുഹയിൽ വെച്ചാണ് ശിവൻ പാർവതിക്ക് അമരത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി നൽകിയത് എന്നാണ് വിശ്വാസം. ശിവലിംഗത്തിന് സമീപം കാണുന്ന 2 ഹിമരൂപങ്ങൾ പാർവതിയും ഗണപതിയുമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ഗുഹയിൽ കുടികൊള്ളുന്ന ശിവൻ അമർനാഥ് എന്നറിയപ്പെടാൻ ഒരു കാരണമുണ്ട്. ദേവന്മാരെ അമർത്യരാക്കാൻ ശിവൻ തന്റെ ശിരസിലെ ചന്ദ്രകലയിൽ നിന്നുമാണ് അമൃത് സൃഷ്ടിച്ചത്. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ ഈ ഗുഹയിൽ വാസമുറപ്പിക്കുകയായിരുന്നു. ദേവന്മാരെ അമർത്യരാക്കിയതിനാൽ അമർനാഥ് എന്ന് ശിവൻ അറിയപ്പെടാൻ തുടങ്ങി. ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ശ്രാവണ മാസത്തിലെ പൗർണമി മുതൽ കൃഷ്ണപക്ഷത്തിലെ അമാവാസി വരെ മഹാദേവൻ ഈ ഗുഹയിൽ ലിംഗരൂപത്തിൽ പ്രത്യക്ഷനായി അനുഗ്രഹിക്കുന്നുവെന്നാണ് വിശ്വാസം. ഐതിഹ്യമനുസരിച്ചൊരിക്കൽ പാർവതി ദേവി മഹാദേവനോട് അദ്ദേഹത്തിന്റെ അമരത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. തന്റെ അമരത്വത്തിന്റെ രഹസ്യം കേൾക്കുന്നവർക്ക് വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നതിനാൽ ഭഗവാൻ ദേവിയും കൂട്ടി ഹിമാലയത്തിന്റെ ഒരു ഒഴിഞ്ഞ കോണിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴി ഭഗവാന്റെ വാഹനമായ നന്ദിയെ പഹൽഗാമിലും പാമ്പിനെ ശേഷ്നാഗിലും പഞ്ചഭൂതങ്ങളെ പഞ്ചധർണിയിലും ഉപേക്ഷിച്ച ശേഷം പാർവതിയും കൂട്ടി അമർനാഥ് ഗുഹയിലെത്തി. ഗുഹയിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശിവൻ പാർവതി ദേവിയോട് ഈ മഹാരഹസ്യം വെളിപ്പെടുത്തി. എന്നാൽ യാദൃച്ഛികമായി 2 പ്രാവിന്റെ മുട്ടകൾ ആ ഗുഹയിലുണ്ടായിരുന്നു. മുട്ടകൾ വിരിയുകയും അമരത്വത്തിന്റെ രഹസ്യം കേൾക്കുകയും ചെയ്തതിനാൽ ഈ പ്രാവുകൾക്ക് വീണ്ടും വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നു എന്നതാണ് ഐതിഹ്യം. ഏകദേശം 5000 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ ഒരു ആട്ടിടയൻ യാദൃച്ഛികമായി അമർനാഥ് ഗുഹയിൽ അകപ്പെട്ടു. അവിടെ കണ്ടുമുട്ടിയ മുനി ആട്ടിടയൻ ഒരു സഞ്ചി നിറയെ കൽക്കരി നൽകുകയും എന്നാൽ വീട്ടിലെത്തി സഞ്ചി തുറന്നു നോക്കിയപ്പോൾ കൽക്കരി മുഴുവൻ സ്വർണമായി മാറുകയും ചെയ്തു. മുനിയോട് നന്ദി പറയാനായി തിരിച്ചെത്തിയ ആട്ടിടയൻ മുനിശ്രേഷ്ഠന് പകരം മഞ്ഞിൽ രൂപം കൊണ്ട ശിവലിംഗമാണ് കണ്ടത്. അതിനാൽ ഈ ഗുഹാക്ഷേത്രം കണ്ടെത്തിയത് ഈ ആട്ടിടയനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് എല്ലാ വർഷവും സ്വയംഭൂവായ ഭഗവാനെ ആരാധിക്കാൻ ഭക്തർ ഇവിടെ എത്തി തുടങ്ങി എന്നാണ് വിശ്വാസം. അങ്ങനെ ശിവഭഗവാന്റെ അനുഗ്രഹങ്ങൾ തേടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ആഗ്രഹപൂർത്തീകരണങ്ങൾക്കായി വിശ്വാസികൾ നടത്തുന്ന തീർത്ഥയാത്രയാണ് അമർനാഥ് തീർത്ഥാടനം.